ഹമാസുമായുള്ള വെടിനിർത്തൽ ചർച്ചകൾക്കിടെ പലസ്തീനു നേരെ പുതിയ ആയുധം പ്രയോഗിച്ച് ഇസ്രായേൽ. കൂടുതൽ മാരകവും ഉഗ്രശേഷിയുള്ളതുമായ മിസൈലുകളാണ് പലസ്തീനിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഉപയോഗിച്ചത്. ഇസ്രായേൽ പ്രതിരോധ സേന അഥവാ IDF ആണ് ഗസയിൽ പുതിയ റോക്കറ്റ് പരീക്ഷണം നടത്തിയതായി പ്രഖ്യാപിച്ചത്. ഹമാസിനെ തകർക്കാൻ കഴിയാത്തതിലും ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്തതിലുമുള്ള അമർഷവും നിരാശയും മറികടക്കാനാണ് പുതിയ ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഇസ്രായേൽ നിർബന്ധിതരാകുന്നതെന്നാണ് ഈ വിഷയത്തിലുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ വരുന്നത്. ലോകത്തിലെ ഒന്നാമത് ചാരസംഘടന എന്ന് അഹങ്കരിച്ചിരുന്ന മൊസാദിന് പോലും ബന്ദികളെ ഹമാസ് ഒളിപ്പിച്ച സ്ഥലം കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് ഇസ്രായേലിന് ആകെ നാണം കെടുത്തിയ സംഭവമായത്. ഈ നാണക്കേട് കൂടുതൽ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കാനാണ് ശ്രമം നടത്തുന്നത്. ഏപ്രിൽ 28-നാണ് സയനിസ്റ്റ് രാജ്യത്തിന്റെ പ്രതിരോധ സേന ഗസയിൽ ഒരു പുതിയ റോക്കറ്റ് ആയുധം വിക്ഷേപിച്ചത്. ആദ്യമായി ബാർഡ് റോക്കറ്റ് വിക്ഷേപിച്ചതായി IDF പറഞ്ഞു. എൽബിറ്റ് വികസിപ്പിച്ചെടുത്ത ബാർഡ് റോക്കറ്റുകൾ 282ാമത് ആർട്ടിലറി റെജിമെന്റ് തെക്കൻ ഗസയിലെ ഹമാസ് കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ചു എന്നാണ് IDF വെളിപ്പെടുത്തൽ. ഇസ്രായേൽ നിലവിൽ ഉപയോഗിച്ചു വരുന്ന പഴക്കം ചെന്ന റോക്കറ്റുകൾക്ക് പകരമായാണ് പുതിയ ബാർഡ് റോക്കറ്റുകൾ കൊണ്ടുവന്നത്. 36ാം ഡിവിഷന്റെ ഭാഗമായാണ് 282ാമത് ആർട്ടിലറി റെജിമെന്റ് ഈ റോക്കറ്റ് ഉപയോഗം നടത്തിയത്. ഗസയിൽ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഈ ആയുധം ഇസ്രായേൽ പുറത്തെടുക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഹമാസിന് കനത്ത നഷ്ടങ്ങൾ ഉണ്ടായതായും IDF പറയുന്നു. ഏത് പ്രതിരോധ സാഹചര്യത്തിലും ഉപയോഗിക്കാൻ തക്ക ശേഷിയുള്ളതാണ് ബാർ റോക്കറ്റുകൾ. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇതിന് ലക്ഷ്യം ഭേദിക്കാനാകും. വരും ദിവസങ്ങളിലും ഈ റോക്കറ്റ് ഉപയോഗിക്കുമെന്നും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. ഹമാസുമായുള്ള വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഈ ആയുധം ഉപയോഗിക്കുന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ഏകപക്ഷീയമായി വെടിനിർത്തൽ ലംഘിച്ച ഇസ്രായേൽ ഹമാസിനെ തങ്ങളുടെ വരുതിക്ക് വരുത്താനുള്ള സമ്മർദ്ദ തന്ത്രമാണ് ഉപയോഗിച്ചത്. അതിനായി ഏകപക്ഷീയമായ നിർദ്ദേശങ്ങളും ഭീഷണിയും അതിർത്തികൾ അടച്ചുള്ള മനുഷ്യത്വരഹിതമായ നടപടികളും ഇസ്രായേൽ നടത്തി നോക്കി. പക്ഷേ കൊടും പട്ടിണിയിലും അരക്ഷിതാവസ്ഥയിലും പലസ്തീൻ നിവാസികളും ഹമാസും തോൽക്കാൻ മനസ്സിലെന്ന നിലപാടെടുത്തതോടെയാണ് ഇസ്രായേൽ വീണ്ടും കെണിയിലായത്. ഒപ്പം അവരുടെ പൗരന്മാരായ ബന്ദികളെ മോചിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിലായി. ഇത്രയേറെ ദിവസങ്ങൾ എടുത്തിട്ടും ബന്ദികളെയും ഹമാസ് സേനയുടെ പടയാളികളെയും കണ്ടെത്താനാകാതെ വരുന്നത് സ്വന്തം രാജ്യത്ത് പോലും നെതന്യാഹു ഭരണകൂടത്തിനെതിരെ പ്രക്ഷോഭം ഉയരാൻ കാരണമായി. ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാൻ പുറപ്പെട്ടിട്ട് ഇപ്പോൾ സ്വയം സമ്മർദ്ദത്തിലായ അവസ്ഥയിലാണ് നെതന്യാഹു ഭരണകൂടം. ഈ ജാള്യത മറച്ചുപിടിക്കാൻ കൂടുതൽ രക്തമൊഴുക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ ചെയ്തു വരുന്നത്. ഇതാകട്ടെ പലസ്തീനിലെ സിവിലിയൻസിനോടുള്ള ആക്രമണമായി മാറുകയും ചെയ്തു. സിവിലിയൻസിനെ മാത്രം ലക്ഷ്യം വെച്ച്, പ്രത്യേകിച്ച് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യമിട്ടാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ആക്രമണം നടക്കുന്നത്. ചൊവ്വാഴ്ച മാത്രം ഗസയിൽ 38 പേരെ കൊലപ്പെടുത്തിയതിനു ശേഷവും ഇസ്രായേൽ ഗസയിൽ ആക്രമണം തുടരുകയാണ്. ഇതോടൊപ്പം ഇസ്രായേൽ ഏർപ്പെടുത്തിയ സമ്പൂർണ്ണ ഉപരോധം 60ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കടുത്ത പട്ടിണിയും ദാരിദ്ര്യവുമാണ് ഗസയിൽ എങ്ങുമുള്ളത്. ഗസയിലെ മാനുഷിക ദുരന്തം തടയാൻ സംയോജിത നടപടി സ്വീകരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടെങ്കിലും ഇതുവരെയും നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. പ്രകൃതി വിഭവങ്ങൾ ഹാപ്പി രുചിക്കൂട്ടുകൾ ചേർത്ത് പരമ്പരാഗത രീതിയിൽ തയ്യാറാക്കിയ തനിനാടൻ ഹാപ്പി അച്ചാറുകൾ. കൃത്രിമ രുചിയോ നിറമോ ചേർക്കാതെ തികച്ചും പരിശുദ്ധം. മിക്സ്ഡ് വെജിറ്റബിൾ, ടെൻഡർ മാംഗോ, ജിഞ്ചർ, ഗാർലിക്, ഡേറ്റ്സ്, കട്ട് മാംഗോ, ലെമൺ എന്നീ രുചികളിൽ ഹാപ്പി പിക്കിൾസ്. ഹാപ്പി കീപ്സ് എവറിബഡി ഹാപ്പി.